വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം സായാഹ്നത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ച്, ഈശോയുടെ വചനത്തെ സ്നേഹിച്ച് വിശ്രമിക്കുവാൻ ഇന്ന് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ആഗ്രഹങ്ങൾക്കും നല്ല റിസൾട്ട് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എക്സാം എഴുതുമ്പോൾ ആ എക്സാമിന് റിസൾട്ട് നല്ല രീതിയിൽ റിസൾട്ട് വരണം, നല്ല വിജയശതമാനം വേണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ആ വിജയശതമാനം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എക്സാമിന് വേണ്ടി നന്നായിട്ട് നമ്മൾ ഒരുങ്ങും. ഓരോ വിഷയങ്ങളും നല്ല രീതിയിൽ നമ്മൾ പഠിച്ച് നമ്മൾ ഒരുങ്ങും. അങ്ങനെ അധ്വാനിച്ച് എക്സാമിന് വേണ്ടി അധ്വാനിച്ച് നല്ല റിസൾട്ട് നമ്മൾ നേടിയെടുക്കും. കൃഷി ചെയ്യുമ്പോൾ കൃഷിക്ക് ചെയ്യുന്ന വഴിയായിട്ട് നല്ല ഫലങ്ങൾ, നല്ല വിളകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അധ്വാനിക്കും. വളം ചെയ്ത് മണ്ണൊഴുക്കി അങ്ങനെ ഒത്തിരി നന്നായിട്ട് നമ്മൾ അധ്വാനിക്കും. ആ റിസൾട്ട് നല്ല രീതിയിൽ ഉണ്ടാകുക. അതുപോലെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വിശ്വാസത്തിന് ഒരു റിസൾട്ട് ഉണ്ട്. വിശ്വാസം, നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം, ഈശോ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി അവതരിച്ചു. ഈശോ പീഡകൾ സഹിച്ചു. ഈശോയുടെ പരസ്യ ജീവിതം, ഈശോ പീഡകൾ സഹിച്ചു, മരിച്ചു, ഉത്ഥാനം ചെയ്തു. ഈശോയുടെ രണ്ടാം വരവിനുള്ള വിശ്വാസം, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവമായ സാന്നിധ്യത്തിലുള്ള വിശ്വാസം, നിത്യജീവിതത്തിലുള്ള വിശ്വാസം, ഈ വിശ്വാസത്തിന് നമ്മുടെ ഉള്ളിൽ ഒരു റിസൾട്ട് ഉണ്ട്. ഈ വിശ്വാസത്തിലുള്ള റിസൾട്ട് നമ്മൾ സ്വാഭാവികമായും സാധാരണഗതിയിൽ രോഗസൗഖ്യങ്ങളും മറ്റ് അനുഗ്രഹങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഏറ്റവും ആദ്യം നമ്മുടെ ഉള്ളിൽ വരുന്ന റിസൾട്ട്, വിശ്വാസത്തിലൂടെ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ രക്ഷയാണ്. ആത്മാവിൻ്റെ രക്ഷയാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരും ഈ വിശ്വാസത്തിന് വേണ്ടി ഓരോ ദിവസവും അധ്വാനിക്കുന്ന വഴിയായിട്ടാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ രക്ഷയുണ്ടാവുക, ആ രക്ഷ എന്ന റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ദാനമായി നൽകുന്ന ഓരോ ദിവസത്തിലും വിശ്വാസത്തിൽ അധ്വാനിക്കണം. 10 പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച് മൂലപാപങ്ങൾക്കെതിരായിട്ടുള്ള പുണ്യങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ട് ഈശോ അരുളി ചെയ്ത വചനങ്ങൾ അതേപടി അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്ന വഴിയായിട്ട്, വിശ്വാസത്തിൽ അധ്വാനിക്കുന്ന വഴിയായിട്ട് നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ രക്ഷ എന്ന റിസൾട്ട് വരും. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാണ്: വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കുന്നു. ഈ ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കുവാൻ 10 പ്രമാണങ്ങൾ അനുസരിച്ച്, ഈശോ അരുളി ചെയ്ത വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് മൂലപാപങ്ങൾക്കെതിരായിട്ടുള്ള പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ മിനിറ്റിലും നമുക്ക് അധ്വാനിക്കാം. അതുവഴി ആത്മാവിൻ്റെ രക്ഷ നേടുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നിൻ പാ
കർത്താവായ ഈശോയെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്തിൽ അധ്വാനിക്കുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് അരുളി ചെയ്ത 10 പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച്, മൂലപാപങ്ങൾക്കെതിരായിട്ടുള്ള പുണ്യങ്ങൾ ജീവിച്ച്, ഈശോയെ അങ്ങ് അരുളി ചെയ്ത ഓരോ വചനങ്ങളും അനുസരിച്ച് ജീവിച്ച്, ഓരോ മിനിറ്റിലും ആത്മീയമായ അധ്വാനങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ രക്ഷ അത് കാരണമായി മാറട്ടെ. വിശ്വാസത്തിലുള്ള അധ്വാനം അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കാരണമാകട്ടെ എന്ന്, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയെ അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാ